RSSന് പൃഥ്വിരാജിന്റെ ജാതകം അറിയില്ല. പറഞ്ഞത് ആരാണെന്നറിയാമല്ലോ, മല്ലിക സുകുമാരൻ. ഇപ്പോൾ RSS അല്ല, പക്ഷേ ആദായ നികുതി ഈ ജാതകം അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2-3 സിനിമകളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നിവയിലെല്ലാം അദ്ദേഹം ജാതകം പരിശോധിച്ചപ്പോൾ അങ്ങ് ക്രമക്കേടുണ്ട്, കുറച്ച് ശരിയാകുന്നില്ല കണക്കൊന്നും. അങ്ങനെ കണക്കല്ല ശരിയാകുമോ? അതെ, കണക്കല്ല ശരിയാകുമോ? കണക്ക് ശരിയാക്കേണ്ടി വരും. കണക്കില്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് കണക്ക് പഠിപ്പിക്കും പൃഥ്വിരാജിനെ എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും പൃഥ്വിരാജിന്റെ ജാതകം അല്ല, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ജനഗണമനയാണ്. അതെ, ഇന്ത്യ തന്തയുടെ വക. ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഈ വീട്ടിൽ വന്ന് പറയാണ്. അതെ അതെ, വീട്ടിൽ വന്ന് പറയും, ഇന്ത്യ നിന്റെ തന്തയുടെയും വകയല്ല. അതെ, അതുകൊണ്ട് മര്യാദയ്ക്ക് കണക്ക് കാണിച്ചോ എന്ന് പറയാനുള്ള സാഹചര്യമാണ് പൃഥ്വിരാജ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇത് മറ്റാരും ചെയ്തതല്ല. എന്തായാലും RSSന് പൃഥ്വിരാജിൻ്റെ ജാതകം അറിയില്ല, അതറിയേണ്ട ആവശ്യവുമില്ല. മല്ലിക സുകുമാരൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ പ്രസ്താവന പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് പൃഥ്വിരാജ് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോവുകയാണ്, ചതുപ്പിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലാണ്. 40 കോടി രൂപയുടെ ഒരു ക്രമക്കേടാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഉന്നയിക്കപ്പെടുന്നത് 40 കോടി രൂപയുടെ ഒരു വിഷയമാണ്. 3 സിനിമകളിലെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കടുവ, ജനഗണമന, ഗോൾഡ്, ഈ 3 സിനിമകളുടെ എമ്പുരാൻ ചിത്രത്തിലെങ്ങും വന്നിട്ടില്ല. ഇപ്പോൾ EDയുടെ റഡാറിൽ എമ്പുരാൻ വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. താമസിയാതെ എമ്പുരാനും അങ്ങോട്ടേക്ക് വന്നു. എമ്പുരാനെയും ഉൾപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതെ അതെ, പ്രേക്ഷകരുടെ ആവശ്യം അതാണ്. പക്ഷെ എന്തായാലും ഈ 3 സിനിമകളിൽ പ്രതിഫലം വാങ്ങിക്കാതെയാണ് പൃഥ്വിരാജ് അഭിനയിച്ചത്. ഈ 3 സിനിമകളുടെയും സഹനിർമ്മാതാവ് കൂടിയാണ് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ സുപ്രിയ പൃഥ്വിരാജും അല്ലെങ്കിൽ സുപ്രിയ മേനോനും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്നലെ ED ഗോകുല ഗോപാലന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ പറഞ്ഞു, എന്തിനാണ് ഈ ഗോകുലത്തിന് എന്തിനാണ് പിടികൂടുന്നത്, പൃഥ്വിരാജിനെയാണ് പിടിക്കേണ്ടത്, പൃഥ്വിരാജല്ലേ ഇതിന്. അതെ, അത് ഇപ്പൊ ഏതാണ്ട് അതിലേക്ക് അടുക്കുകയാണ്. മറ്റേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഞാനല്ലല്ലോ അയാളല്ലേ. അതെ അതെ അതെ, കുറ്റം മറ്റൊരാളുടെ നിലയ്ക്ക് വെച്ച് ഊരുന്നത് പോലെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ 40 കോടി രൂപ ഇദ്ദേഹം ഈ സഹനിർമ്മാതാവെന്നുള്ള നിലയിൽ അദ്ദേഹം സ്വീകരിച്ചു എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകളാണ് ചോദിക്കുന്നത്. ആ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ ചില വ്യക്തതകൾ ആവശ്യമുണ്ട്, അതിൻ്റെ രേഖകൾ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് വകുപ്പ് പൃഥ്വിരാജിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, കണക്കുകളുമായിട്ട് ഹാജരാകണം, അത് വിശദീകരിക്കണം. ഇതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ 40 കോടി രൂപ ഒരു പ്രതിഫലം വാങ്ങിക്കാതെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കും അറിയാം, മുമ്പ് പല നടന്മാരും പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ 2020 എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഇറങ്ങി. അതായത് ഈ AMMA മലയാളത്തിലെ നടീനടന്മാരുടെ ഒരു സംഘടനയാണ്, താരസംഘടന എന്ന് പറയും. ആ സംഘടനയുടെ ചില സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഈ നടീനടന്മാരുടെ ചികിത്സാ സഹായമൊക്കെ കൊടുക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് അവർ ഒരു സിനിമ ഇറക്കി. അതാണ് ഈ 2020. അതിൻ്റെ നിർമ്മാതാവ് നമ്മുടെ ദിലീപായിരുന്നു. ആ സിനിമയിൽ എല്ലാ നടീനടന്മാരും ആ പ്രതിഫലം വാങ്ങാതെയാണ് അഭിനയിച്ചത്. അതിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ അക്കൗണ്ടിൽ കൊടുത്ത് അത് നടീനടന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതുപോലെയുള്ള ഇത് പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഈ സഹനിർമ്മാതാവ് കൂടിയായ പൃഥ്വിരാജ് ആ സിനിമയിൽ പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചു. എന്നിട്ട് അതിൽ നിന്ന് 40 കോടി രൂപ അദ്ദേഹം അദ്ദേഹം സ്വന്തമാക്കി എന്നാണ് ED പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കണക്കുകളിൽ വ്യക്തതയില്ല. കാരണം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ വന്ന് കുമിയുന്നതായും ഇതിൽ അല്ലെ, ഒരു നടനാകുമ്പോൾ മുൻപുള്ള പല ചർച്ചകളിൽ സൂചിപ്പിക്കുന്നത് പോലെ കോടീശ്വരന്മാർ തിങ്ങിപ്പാർക്കുന്ന മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന കേന്ദ്രത്തിൽ അദ്ദേഹം താമസിക്കുകയാണ്. അത് മാത്രമല്ല, ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞ വിഷയം മാത്രമല്ല ഉള്ളത്, ഓവർസീസ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവാസി ലോകത്ത് നിന്ന് വരുന്ന പണം, അത് ഈ സിനിമ ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലത്തും പ്രദർശിപ്പിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന കളക്ഷനുണ്ട്. ആ കളക്ഷനിലേക്ക് വലിയ ക്രമക്കേടുണ്ടെന്നാണ് EDയും ഇൻകം ടാക്സും ഒക്കെ പറയുന്നത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇവർ പലപ്പോഴും സമർപ്പിക്കാറില്ല.
ഈ വിദേശത്തുനിന്ന് പണം ഇങ്ങോട്ട് വരുമ്പോൾ അതിന് ടാക്സ് കൊടുക്കണ്ട എന്നൊരു ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാം വിദേശത്തു നിന്ന് പ്രവാസികൾ അയക്കുന്ന പണത്തിന് വല്ല ടാക്സും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഇവിടെ അതൊക്കെ തന്ത്രത്തിൽ സൂത്രത്തിൽ ചില കുറുക്കു വഴികളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടോ എന്ന സംശയം ഇഡിക്കുണ്ട്, ഇൻകം ടാക്സിനുണ്ട്, രാജ്യത്തെ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് ഈ നടന്മാർ പലരും അതോടൊപ്പം തന്നെ ഈ സുപ്രിയയിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സുപ്രിയയും കൂടി ചേർന്നിട്ടാണല്ലോ ഈ നിർമ്മാണ കമ്പനി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രിയയ്ക്കെതിരെയും ഇതിൻ്റെ അന്വേഷണം വരും. ഇതിൻ്റെ ലാഭവിഹിതമാണോ പങ്കുവച്ചിരിക്കുന്നത്, അതോ കളക്ഷനിൽ നിന്നുള്ള തുകയാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വ്യക്തത വരേണ്ടതുണ്ട്. സിനിമയുടെ നിർമ്മാണം, ആ നിർമ്മാണത്തിന് ചെലവഴിച്ച തുക, ഒപ്പം കളക്ഷനിൽ എത്ര കിട്ടി, അത് ഇന്ത്യക്ക് പുറത്തുള്ള കളക്ഷനിൽ എത്ര കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടും ഇൻകം ടാക്സിനും ഇഡിക്കും ഒക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും പൃഥ്വിരാജ്. ഇപ്പോൾ ഇത് എമ്പുരാനുമായി ബന്ധപ്പെട്ട് അല്ല ഇപ്പോഴത്തെ പരിശോധന എന്ന് ഇഡി പറയുന്നു. ഇപ്പോൾ ഗോകുലം മൂവീസിൻ്റെ അവരെ സംബന്ധിച്ച് അവരുടെ ഗോകുലം ഗ്രൂപ്പുകളിൽ പരിശോധന നടന്നു. അത് നേരത്തെ 2019 മുതലുള്ള ഒരു കേസ്. അല്ല, അങ്ങനെയാണെങ്കിലും നമുക്കങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നാം തന്നെ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടിയെ അല്ല ഒരു വിഭാഗത്തിന് അങ്ങനെ നിരന്തരം ആക്രമിക്കുമ്പോൾ, അവരെ കളിയാക്കുമ്പോൾ, അവർക്കെതിരെ സിനിമ എടുക്കുമ്പോൾ, അവരുടെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ഇവർക്ക് കഴിയണം. അതിനുള്ള ധൈര്യം കാണിക്കണം. അതെ, അല്ലാതെ ഒളിച്ചുവിടുകയല്ല വേണ്ടത്. ഇപ്പം എന്തായാലും ഈ ഗോകുലത്തിൻ്റെ കാര്യം 2019 മുതൽ നടന്നു വരുന്നതാണ്. അതുകൊണ്ട് അതിനെ എമ്പുരാനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഈ സമയത്ത് അതൊന്ന് വേഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം വലിയ തോതിൽ ജനരോഷം ഉയരുമ്പോൾ അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് ശരിക്കും പൃഥ്വിരാജിൻ്റെ ഈ 3 സിനിമകൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ നടപടി, ഈ നോട്ടീസ് കൊടുക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും അത് സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ 3 സിനിമകളുടെ പശ്ചാത്തലത്തിലാണ്. ആ 3 സിനിമകൾ മൂന്നും ഗോൾഡ് ഒഴികെയല്ലേ കടുവയും ജനഗണമനയെല്ലാം വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വിജയം നേടിയ പടം അത്യാവശ്യം നഷ്ടം വരാതെ പോയ സിനിമകളാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എമ്പുരാനോ ലൂസിഫറോ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴുള്ള കണക്കുകൾ ഇടയ്ക്ക് പ്രൊഡ്യൂസർമാരുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നതായിട്ടല്ലോ, ഈ വിജയിച്ചു എന്ന് പറയുന്ന സിനിമകൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാം പൊട്ടിപ്പാളീസായ പടങ്ങളെന്നാണ് ഡയറക്ടർമാർ പറയുന്നത്. തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒഴിഞ്ഞ തിയേറ്ററിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ. അപ്പോൾ ഇങ്ങനെ ആഴ്ചകൾ ഓടിച്ചിട്ട് അത് വലിയ വിജയം നേടി, വലിയ കളക്ഷൻ നേടി എന്ന് കള്ളക്കണക്കുണ്ടാക്കുക, ഇതൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ പല ഈ സിനിമാ തിയേറ്റർ ഉടമകളും അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാക്കളും ചേർന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതൊന്നും ആർക്കും അറിഞ്ഞൂടാത്ത കാര്യമല്ല. ഇപ്പം നമ്മുടെ നിർമ്മാതാവായ സുരേഷ് കുമാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചില ഉടക്കുകളൊക്കെ ഉണ്ടായല്ലോ. ആന്റണി പെരുമ്പാവൂറും മോഹൻലാലും ഒക്കെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിൽ പല നൂറുകണക്കിന് സിനിമ ഇറങ്ങുന്നു, ആകെ വിജയിക്കുന്നത് 1-2 സിനിമകളാണ്. ഇത് എവിടുന്ന് ഇതിനുള്ള പണം വരുന്നു? സിനിമ തീരെ ചെറിയ, നമ്മൾ എന്താ പറയുക, കടയിൽ പോയി പലവ്യഞ്ജനം വാങ്ങുന്നത് പോലത്തെ ഒരു ഏർപ്പാടല്ല. വലിയ തോതിൽ അല്ലെങ്കിൽ ഒരു മിൽമ പാല് വാങ്ങുന്നത് പോലെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാവുന്ന ഒന്നല്ല സിനിമ. അത് വലിയ പ്രയത്നം അതിൻ്റെ പുറകെ ആവശ്യമുണ്ട്, വലിയ നിക്ഷേപം അതിൻ്റെ പുറകിൽ ആവശ്യമുണ്ട്. അത്തരത്തിലൊക്കെ വലിയ തോതിൽ പണം വരുന്നു. ഇത് എവിടുന്ന് വരുന്നു അന്വേഷിക്കേണ്ടതല്ലേ? ഈ വരുന്ന പണം ആരുടേതാണ്? ഇത് എന്തിനാണ് ഇവിടെ ചെലവഴിക്കുന്നത്? ഇത്തരത്തിൽ ഈ ആള് കാണാത്ത സിനിമ, തിയേറ്ററുകളിൽ ഓടാത്ത സിനിമ, അതെടുത്തിട്ട് വലിയ വിജയമുണ്ടായി എന്ന അവകാശവാദങ്ങൾ, അതിന് കണക്കുകൾ ഉണ്ടാക്കുന്നു, ആ കണക്കുകൾ സമർപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ വലിയ ദേശവിരുദ്ധ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പൃഥ്വിരാജ് ആയാലും മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും ആരാണെങ്കിലും രാജ്യത്തെ നിയമത്തിന് വഴിപ്പെട്ടേ പറ്റുള്ളൂ. കിട്ടിയ നോട്ടീസിന് കൃത്യമായ മറുപടി പറയണം, അല്ലെങ്കിൽ നടപടി ഉണ്ടാകും. അവർ തൂക്കിയെടുത്ത് അകത്തിടും എന്നുള്ള കാര്യം തീർച്ചയായും.